ഹായ് ഓൾ. നമ്മളിന്ന് മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ പുതിയൊരു ടോപ്പിക്കുമായി വന്നിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്. ഓക്കെ, മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുറെ സർവീസ് ഇൻഡസ്ട്രീസ് ഉണ്ട് നമ്മുടെ ചുറ്റുപാടും. ആ സർവീസ് ഇൻഡസ്ട്രീസിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ചില സമയങ്ങളിലൊക്കെ ഈ ചാപ്റ്റർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിലോട്ട് പോകാം. ഈ മാർക്കറ്റിംഗ് ഓഫ് സർവീസ് എന്നിട്ടുള്ള ചാപ്റ്ററിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും ഈ 4 കാര്യങ്ങളാണ്. ഒന്നാമത്തത് എന്താണ് സർവീസ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ഏതൊക്കെയാണ് സർവീസിന്റെ എലമെന്റ്സ് എന്നുള്ളതാണ്. മൂന്നാമത്തത് എന്താണ് സർവീസ് മാർക്കറ്റിംഗ് എന്നുള്ള ടേം. നാലാമത്തത് നേച്ചർ ഓഫ് സർവീസ് മാർക്കറ്റിംഗ്. എന്നിങ്ങനെ ചെറിയ ഈ 4 കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആരും ഇത് മിസ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തത് എന്താണ് സർവീസ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഈ ചില പ്രൊഡക്റ്റിന്റെ കൂടെ ഏകദേശം ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്റ്റിന്റെ കൂടെ പ്രൊഡക്റ്റ് ടാഞ്ചിബിൾ ആണെങ്കിൽ കൂടെ അതിന്റെ കൂടെ ഇൻടാഞ്ചിബിൾ ആയിട്ട് കുറെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഹോട്ടലിൽ നമ്മളൊരു ഫുഡ് ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ആയിട്ടായിരിക്കും, പക്ഷെ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് കൊണ്ടുതരിക, നമുക്ക് സെർവ് ചെയ്യുക, അതൊക്കെ എന്താണ്, സർവീസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോവുകയാണെങ്കിൽ ടിക്കറ്റ് തരിക, പിന്നെ നമുക്ക് നല്ല സീറ്റ് തരിക, അതേപോലെ തന്നെ അവിടെ ഫുൾ ക്ലീൻ ആയിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, സർവീസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോരോ സർവീസുകൾ വേറെ ഉണ്ട്. നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അതും എന്താണ്, സർവീസ് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അപ്പം മാർക്കറ്റിംഗ് ഓഫ് സർവീസ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് നമ്മുടെ എന്തിന്റെ കൂടെ കൊടുക്കും, പ്രൊഡക്റ്റിന്റെ കൂടെ കൊടുക്കും. ഓക്കെ, പക്ഷെ ഈ സർവീസ് ചില സമയത്ത് മെഷീൻ ചെയ്യും, പക്ഷേ 90% ആരാ ചെയ്യുള്ളൂ, ഹ്യൂമൻ എഫേർട്ട് ആണ് ചെയ്യുക. ഓക്കെ, ഇവിടെ കുറെ സർവീസ് ഇൻഡസ്ട്രീസിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബാങ്കിങ് സർവീസ് ഉണ്ട്, ഇൻഷുറൻസ്, ഹോസ്പിറ്റൽസ്, ട്രാവൽ ഓർഗനൈസേഴ്സ്, യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, മ്യൂസിയംസ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഹോട്ടൽ, സിനിമ ഹാൾ, എയർലൈൻ, റെയിൽവേ എക്സെട്ര. ഇതൊക്കെ എന്താണ്, സർവീസ് ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, നമുക്കിനി എന്താണ് മീനിങ് നോക്കാം. എന്താണ് സർവീസ് എന്നുള്ളത് നോക്കാം. നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് സർവീസ് എന്നുള്ളത്, എന്നാലും ഒന്നുകൂടെ നോക്കാം. എ സർവീസ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ യെറ്റ് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കസ്റ്റമർ. ഓക്കെ, അതായത് സർവീസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഇൻടാഞ്ചിബിൾ ആണ്, പക്ഷെ അത് എന്ത് കൊടുക്കും, കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ പീപ്പിൾ നോട്ട് മാനുഫാക്ചർഡ് ബൈ മെഷീൻ. ഇത് പീപ്പിൾ ആണ് പെർഫോം ചെയ്യുക, മെഷീനെ കൊണ്ട് എന്താക്കാൻ പറ്റില്ല, നിർമ്മിക്കാൻ പറ്റില്ല. പക്ഷെ മെഷീനെ കൊണ്ട് നമുക്ക് സർവീസ് ചെയ്യിപ്പിക്കാം, പക്ഷെ മെഷീനെ കൊണ്ട് നിർമ്മിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തോക്ക, ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ പീപ്പിൾ ആണ് എന്താക്കുക, സർവീസ് നൽകുക. ഓക്കെ, ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ല. മാത്രമല്ല ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ പീപ്പിൾ. ആ രണ്ട് കാര്യങ്ങൾ ഓർത്ത് നോക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കുക. എ സർവീസ് ഈസ് എൻ ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് പ്രൊവൈഡ്സ് ബെനിഫിറ്റ് ടു കസ്റ്റമേഴ്സ് ആൻഡ് ഇൻവോൾവ്സ് ഹ്യൂമൻ ഓർ മെക്കാനിക്കൽ എഫേർട്ട്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ, ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആയിരിക്കും, ഹ്യൂമൻ ഓർ മെക്കാനിക്കൽ എഫേർട്ട് ഉണ്ടാവും, പക്ഷെ 90% എന്തായിരിക്കും, ഹ്യൂമൻ എഫേർട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത്, ഇൻ ഷോർട്ട്, സർവീസ് ഈസ് എ ഡീഡ് പെർഫോമൻസ് ഓർ എഫേർട്ട്. സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡീഡ് ആയിരിക്കും, ഒരു പ്രോമിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എഫേർട്ട് ആയിരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആയിരിക്കും, പെർഫോംഡ് ബൈ പീപ്പിൾ, നോട്ട് മാനുഫാക്ചർഡ് ബൈ മെഷീൻ, പക്ഷെ മെക്കാനിക്കൽ എഫേർട്ട് കൂടെ ചെയ്യാം നമുക്ക്. ഓക്കെ, പിന്നെ എക്സാമ്പിൾസ് ഓർത്ത് നോക്കുക. എ പ്ലംബർ മെൻഡിങ് എ ബ്രോക്കൺ പൈപ്പ്, ആൻ അക്കൗണ്ടന്റ് ഓഡിറ്റിംഗ് കമ്പനി അക്കൗണ്ട്സ്, ഡോക്ടർ വിസിറ്റിംഗ് എ സിക്ക് പേഷ്യന്റ്. ഇതൊക്കെ എന്താണ്, സർവീസ് ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എലമെന്റ്സ് ഓഫ് സർവീസ് ഇൻഡസ്ട്രി നോക്കാം, സർവീസസിന്റെ നോക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് 6 എലിമെന്റ്സ് ഉള്ളത്. ഒന്നാമത് ഇൻടാഞ്ചിബിലിറ്റി, രണ്ടാമത്തത് ലാക്ക് ഓഫ് ഓണർഷിപ്പ്, മൂന്ന് ഇൻസെപ്പറബിലിറ്റി, പെരിഷബിലിറ്റി, വേരിയബിലിറ്റി, സൈമുൾട്ടേനിറ്റി. ഓക്കെ, ഓരോന്നും എന്താന്ന് നോക്കാം. ഒന്നാമത്തത് ഇൻടാഞ്ചിബിലിറ്റി. ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് തന്നെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സർവീസ് നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, ടാഞ്ചിബിൾ ചെയ്യാൻ പറ്റില്ല, തൊടാനും കാണാനും ഒന്നും പറ്റില്ല. ഓക്കെ, നമ്മുടെ ഫിസിക്കൽ പ്രൊഡക്റ്റിന്റെ കൂടെയാണ് എന്തും കൂടെ കൊടുക്കുക, സർവീസും കൂടെ കൊടുക്കുക. ഓക്കെ, ഫിസിക്കൽ പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ എന്ത് കാണാൻ പറ്റൂല, സർവീസ് എന്താ, സർവീസ് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, പക്ഷെ നമുക്ക് എന്താക്കാൻ പറ്റും, അത് അനുഭവിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ഇപ്പൊ ഒരു ബയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഓണർ ആരായിട്ട് മാറും, ബയർ ആയിട്ട് മാറും.
പക്ഷെ ഒരിക്കലും ഈ സർവീസിന് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഓണർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ അടുത്തത് ഇൻസെപ്പറബിലിറ്റി. ഇൻസെപ്പറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കസ്റ്റമേഴ്സിന് എന്താക്കാൻ പറ്റും, ഈ പ്രൊഡക്റ്റ് ഒക്കെ അവർക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ടൊക്കെ വാങ്ങാൻ പറ്റും. ഓക്കെ. കസ്റ്റമറിന് ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ വാങ്ങാൻ പറ്റും, കൺവീനിയൻസിനനുസരിച്ചിട്ടൊക്കെ വാങ്ങാൻ പറ്റും. അതായത് ഫോർ സോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റം ഒക്കെ ആണെങ്കിൽ കസ്റ്റമറിന് ഏതാണോ ആവശ്യം ആ രീതിയിൽ വാങ്ങാൻ പറ്റും. പക്ഷെ സർവീസ് ഒരിക്കലും അയാൾക്ക് എന്താക്കാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ. ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ സർവീസ് കൊടുക്കുകയാണെങ്കിൽ അത് അതേ ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. അടുത്ത പെരിഷബിലിറ്റി. സർവീസസ് കനോട്ട് ബി സ്റ്റോർഡ് ഓർ കെപ്റ്റ് ഇൻ എ വെയർ ഹൗസ്. അതാണ്. അതായത് സർവീസ് നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാനും വെയർ ഹൗസിലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റൂല. പിന്നെ അതേപോലെ തന്നെ ഒരിക്കലും ഒരു സർവീസ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ലോസ്റ്റ് ആയി പോകും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് വിചാരിക്കുക. ബൈക്കിങ്ങിന് എന്തുണ്ടാവും, ഫ്രീ സർവീസുകൾ ഉണ്ടാവും. ഓക്കെ. ചിലപ്പോൾ മെയിൻ്റെനൻസ് സർവീസ് ഒക്കെ ഫ്രീ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ കറക്റ്റ് ഡേറ്റിൽ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ സർവീസ് പിന്നീട് എന്താക്കി തരൂല, ആ കമ്പനി ചെയ്തു തരൂല. അപ്പൊ അത് പെരിഷബിൾ ആണ്. അതായത് ഒരിക്കലും നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റില്ല. പിന്നെ വേരിയബിലിറ്റി ആണ്. വേരിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് നാം പറഞ്ഞു മാൻമെയ്ഡ് ആണ്, പേഴ്സൺസ് ആണ് തരിക. ഓക്കെ. അപ്പം ഇതിന് വേരിയബിലിറ്റി ആയിരിക്കും. സർവീസിൽ ചേഞ്ചസ് ഉണ്ടാവും. കാരണം ഒരാൾ തരുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ തരിക. അപ്പൊ പേഴ്സൺ ടു പേഴ്സൺ എന്താവും, ഈ സർവീസ് ചേഞ്ച് ആവും. പിന്നെ സൈമിൾട്ടേനിറ്റി ആണ്. സൈമിൾട്ടേനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റമറും പിന്നെ ആരാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു ഗുഡ് ഇന്ററാക്ഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങൾ പഠിച്ച 6 എലമെന്റ് ഒന്നുകൂടെ പറയാം. ഇൻടാഞ്ചിബിലിറ്റി, ലാക്ക് ഓഫ് ഓണർഷിപ്പ്, ഇൻസെപ്പറബിലിറ്റി, പെരിഷബിലിറ്റി, വേരിയബിലിറ്റി ആൻഡ് സൈമിൾട്ടേനിറ്റി. അപ്പൊ നമ്മൾ സർവീസ് എന്താന്ന് പഠിച്ചു, എലമെന്റ്സ് ഓഫ് സർവീസ് പഠിച്ചു. ഓക്കെ. ഇനി നമ്മൾ നേരെ പോകുന്നത് സർവീസ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ. എന്താണ് സർവീസ് മാർക്കറ്റിംഗ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്നുമില്ല, പേരിൽ തന്നെ ഉണ്ട്, സർവീസ് മാർക്കറ്റ് ചെയ്യുക. ഓക്കെ. സർവീസ് മാർക്കറ്റ് ചെയ്യാൻ എങ്ങനെയാന്ന് പറഞ്ഞത് കേട്ടോ. സർവീസ് മാർക്കറ്റിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, പ്രൈസിങ്, പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊവൈഡിംഗ് ഓഫ് ദ റൈറ്റ് സർവീസസ് ഇൻ റൈറ്റ് ടൈം ടു ദ കസ്റ്റമേഴ്സ് വിത്ത് എ വ്യൂ ടു സാറ്റിസ്ഫൈ ദർ റിക്വയർമെന്റ്സ് ആൻഡ് ദെൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സർവീസ് പ്രൊവൈഡർ. ഓക്കെ. അതായത് സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർവീസ് ഐഡന്റിഫൈ ചെയ്യുക, അതിന് പ്രൈസിങ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ആ സർവീസ് ഏത് കസ്റ്റമറിനാണോ ആവശ്യമുള്ളത്, ഏത് കസ്റ്റമറിന് ഏത് സമയത്താണോ ആവശ്യമുള്ളത് ആ കസ്റ്റമറിന്റെ അടുത്ത് ആ സമയത്ത് എത്തിക്കുക. എന്നിട്ട് കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ എന്താ സാറ്റിസ്ഫൈ ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും കൂടിയ ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഓക്കെ. ഒന്നുകൂടെ പറയാം, സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ എന്തൊക്കെ ഉണ്ടാവും, സർവീസ് ആർക്കാണോ വേണ്ടത് ഐഡന്റിഫൈ ചെയ്യുക, കൃത്യസമയത്ത് ഐഡന്റിഫൈ ചെയ്യുക, പ്രൈസിങ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, പിന്നെ എന്തൊക്കെയാ ആ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക. ഓക്കെ. അതിനെയാണ് നമ്മൾ എന്താ പറയാ, സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇവിടെ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെയിൽ വാല്യൂ ഓഫ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പ്രൊവൈഡർ ആൻഡ് കസ്റ്റമർ ആണ്. ഓക്കെ. അതായത് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ സെയിൽ വാല്യൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പ്രൊവൈഡർ ആൻഡ് കസ്റ്റമർ ആണ്. റെഡി. ഇനി നാച്ചർ ഓഫ് സർവീസ് മാർക്കറ്റിംഗ്. ഇപ്പോഴും നിങ്ങളെ മനസ്സിൽ ഓർമ്മ വേണ്ടത് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ സർവീസ് മാർക്കറ്റിംഗ് കേട്ടോ, ഇറ്റ് ഇൻവോൾവ്സ് മാർക്കറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ തിങ്സ് ഓർ ഒബ്ജക്ട്സ്. ഇപ്പോൾ സർവീസിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇൻടാഞ്ചിബിൾ തിങ്ങിനെയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ കസ്റ്റമേഴ്സ് ഇവാലുവേറ്റ് സർവീസ് ബിഫോർ ബൈങ്. അത് കറക്റ്റ് ആണ്. അതായത് നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകാൻ വിചാരിക്കുക, നമുക്ക് സ്വാഭാവികമായിട്ട് എന്താക്കാൻ പറ്റും, അതിന്റെ അത് വാങ്ങുന്നതിന് മുന്നേ പ്രൊഡക്റ്റ് നോക്കി കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഓക്കെ. പക്ഷെ ഒരിക്കലും ഒരു സർവീസ് നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമ്മൾ അനുഭവിച്ചറിയുന്നതിന് മുന്നേ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഇവാലുവേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. കാരണം സർവീസ് ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആണ്. അവിടെ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ അടുത്ത, സർവീസ് കനോട്ട് ബി സ്റ്റോർഡ് ഓർ റിസോൾഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെയർ ഹൗസിലൊക്കെ ഒന്നും എന്താക്കാൻ പറ്റില്ല, സർവീസ് സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്താ കിട്ടൂല, ആ സർവീസ് കിട്ടൂല. പിന്നെ അടുത്ത, സ്റ്റാൻഡർഡൈസേഷൻ ഈസ് നോട്ട് പോസിബിൾ. അതായത് നമ്മൾ പറഞ്ഞു വേരി ചെയ്യും, പേഴ്സൺ ടു പേഴ്സൺ സർവീസ് എന്താക്കും, വേരി ചെയ്യും. അപ്പൊ നമുക്ക് ഒരിക്കലും എന്താക്കുന്നില്ല, സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമില്ല, ഒരു യൂണിഫോമിറ്റി അവിടെ ഉണ്ടാവില്ല എല്ലാ സർവീസിലും. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് ഉള്ളത് കസ്റ്റമേഴ്സ് കനോട്ട് ആണ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. കസ്റ്റമേഴ്സ് കനോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. കസ്റ്റമേഴ്സിന് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല,
പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന സാധനം ഇല്ല, അതിനെ കൊണ്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ സർവീസ് എന്താന്ന് പഠിച്ചു, സർവീസിന്റെ നാച്ചർ പഠിച്ചു, പിന്നെ സർവീസ് മാർക്കറ്റിംഗ് എന്താന്ന് പഠിച്ചു, അതിന്റെ നാച്ചറും പഠിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റ്, ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്, സർവീസ് മാർക്കറ്റിംഗ് എന്നുള്ള ഡിഫറൻസ്. ഇതിപ്പോ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. സിലബസിൽ ചെറുങ്ങനെന്ന് പ്രതിപാദിച്ചത് കൊണ്ട് ഞാൻ പറയുന്നത് മാത്രം. നോക്കാം, പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്, സർവീസ് മാർക്കറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഒന്നാമത്തെ ഡിഫറൻസ് നമുക്കറിയാം. പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റർക്ക് എന്താക്കാം, മാർക്കറ്റർ അവിടെ ടാഞ്ചിബിൾ തിങ് ആണ് എന്താക്കുന്നത്, മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഇൻടാഞ്ചിബിൾ തിങ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, രണ്ടാമത്തത് കസ്റ്റമറിന് എന്താക്കാൻ പറ്റും, പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ പ്രൊഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എവിടെ, പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിൽ. മറ്റേൽ എങ്ങനെ എന്താക്കാൻ പറ്റില്ല, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ എന്തില്ല, ഫിസിക്കൽ അസിസ്റ്റൻസ് ഇല്ല. ഓക്കെ, പിന്നെ അടുത്ത മൂന്നാമത് ഈസി ടു ഡിറ്റർമൈൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഫിക്സിംഗ് ദ പ്രൈസ്. ഇവിടെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താക്കും, പ്രൈസ് ഫിക്സ് ചെയ്യാനും പറ്റും. കാരണം പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിന്റെ റോ മെറ്റീരിയലിന്റെ ഓവർ ഹെഡ്സും മറ്റേ ഡയറക്ട് എക്സ്പെൻസ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ എത്രയാണ് കോസ്റ്റ് വന്നതെന്ന് മനസ്സിലാകും. പക്ഷേ ഇവിടെ സർവീസ് മാർക്കറ്റിംഗിൽ സർവീസിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിൽ സ്റ്റാൻഡർഡൈസേഷൻ പോസിബിൾ ആണ്, പക്ഷെ മറ്റേത് എന്തായിരിക്കില്ല, സ്റ്റാൻഡർഡൈസേഷൻ പോസിബിൾ അല്ല. പിന്നെ ലാസ്റ്റ് വൺ, പ്രൊഡക്റ്റ് എന്താക്കാൻ പറ്റും, നമുക്ക് ഈസിലി ആയിട്ട് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും. അതായത് പ്രൊഡക്റ്റിന് ഫിസിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാവും, അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ബിഫോറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഈസി ആയിട്ട് എന്താക്കാൻ പറ്റും, അഡ്വർടൈസ് ചെയ്യാൻ പറ്റും, പരസ്യം കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമുക്ക് സർവീസ് മാർക്കറ്റിംഗിന് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റും, പക്ഷെ എന്താക്കല്ല, ഈസി അല്ല. കാരണം നമുക്ക് ഒരു കസ്റ്റമറിനും അത് സർവീസ് ലഭിക്കുന്നതിന് മുന്നേ അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇത്രയും 4 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ താങ്ക് യു. നിങ്ങൾ എല്ലാവരും ഇത് കാണുക, എന്നിട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ, സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.